ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച തിയേറ്ററിലെത്തി ഉൾപ്പെടെ ഒട്ടനവധി സിനിമകളുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ കേരളത്തിലെ ഏറ്റവും മികച്ച കളക്ഷനായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ പ്രകമ്പനമാണ്. സാഗർ സൂര്യ, ഗണപതി, അല്ലമീൻ എന്നിങ്ങനെ താരതീയമായി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ ഈ സിനിമ 16-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 64 ലക്ഷം രൂപയാണ്. അങ്ങനെ 11,40 ലക്ഷം രൂപയാണ് ആദ്യ 16 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 17-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 80 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 12,20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 17 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18 കോടിക്ക് മുകളിലുമാണ്. ജയറാം നായകനായി ജി പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ആശകൾ 1000. കാളിദാസ് ജയറാം, ഇഷാനി കൃഷ്ണ, ആനന്ദ് മന്മഥൻ, ഷറഫുദ്ദീൻ, ആശാ ശരത്ത് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 9-ാം ദിവസം ഇന്നലെ ശനിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 57 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 9 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ 4,93 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 10-ാം ദിവസം ഇന്ന് ഞായറാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ 55-60 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 5,50 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7.5 കോടി റേഞ്ചിലുമാണ്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാറാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ അനോമി എന്ന സിനിമ 9-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 23,50,000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 2 കോടി 2 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. 10-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 25 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 കോടി 25 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 10 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടി റേഞ്ചിലുമാണ്. രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പെണ്ണും പൊറാട്ടും. ഈ സിനിമ 2-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 10,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 23,25,000 കേരളത്തിൽ കളക്ട് ചെയ്ത ഈ സിനിമ 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച കേരളത്തിൽ 13 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് 36 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അരുൺലാൽ രാമേന്ദ്രൻ തിരക്കഥ സംവിധാനം ചെയ്ത സുഖമാണോ സുഖമാണ് എന്ന മലയാള സിനിമയും ഫെബ്രുവരി 13 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. മാത്യു തോമസ്, ദേവിക സഞ്ജയ്, നോബി മാർക്കോസ്, അബിൻ ബിനോസ്, പടികൻ ജോർജ്, ജഗദീഷ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 32,40,000 രൂപ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 25-30 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 60 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. മദൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് വിത്ത് ലവ്. ചിത്രത്തിന്റെ ഇന്നലെ ശനിയാഴ്ച വരെയുള്ള 9 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ 25,10,000 രൂപയും തമിഴ്നാട്ടിൽ 16,35 ലക്ഷം രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 2,66 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 1,20 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 15 ലക്ഷം ഉൾപ്പെടെ 20,61 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് $347K, അതായത് 3,15 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ടോട്ടൽ 23,76 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ സിനിമ ലോകമെമ്പാടുമായി 4-4.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 28 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വിജയ് നമ്പ്യാർ സംവിധാനം ചെയ്ത തൂയ മേൻ എന്ന ബോളിവുഡ് സിനിമ ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയിരുന്നു. ഷാനയ കപൂർ, ആദർശ് ഗൗരവ്, പരുൽ ഗുലാത്തി, ശ്രീകാന്ത് യാദവ്, ഷിതി ജോഗ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിനിമ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് 2,05 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 2,40 ലക്ഷം രൂപയുമാണ്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,50 ലക്ഷം രൂപയുമാണ്. വിശാൽ ഭരദ്വാജ് തിരക്കഥ സംവിധാനം ചെയ്ത ഓ റോമിയോ എന്ന ബോളിവുഡ് സിനിമ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. ഷാഹിദ് കപൂർ, തൃപ്തി ദ്രിമി, നാന പട്ടേക്കർ, അവിനാശ് തിവാരി, തമന്ന ഭാട്ടിയ, ദിഷ പടാനി, ഫരീദ ജലാൽ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ 2 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 25 കോടി രൂപയാണ്. വിദേശത്ത് നിന്ന് 2 ദിവസം കൊണ്ട് 5 കോടി ഉൾപ്പെടെ 30 കോടി രൂപയാണ് 2 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18 കോടി റേഞ്ചിലാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് 48 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ജനുവരി 23 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ബോർഡർ 2. ഈ സിനിമയുടെ 23 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതുപ്രകാരം 382 കോടി 25 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 56 കോടി 25 ലക്ഷം ഉൾപ്പെടെ 438 കോടി 50 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.